അസ്സലാമു അലൈക്കും. യൂസുഫ് നബിയുടെ ചരിത്രം ഖുറാനിലെ ഏറ്റവും മനോഹരവും ഗുണപാഠങ്ങൾ നിറഞ്ഞതുമായ ഒന്നാണ്. പ്രവാചക കഥകൾ പ്രകാരം ഇതിനെ അഹ്സനുൽ ഖസ്വസ് അഥവാ ഏറ്റവും നല്ല ചരിത്രം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. യൂസുഫ് നബിയുടെ ജീവിതത്തിലെ പ്രധാന ഘട്ടങ്ങൾ ഞാൻ ചുരുക്കി പറയാം. സ്വപ്നവും സഹോദരന്മാരുടെ അസൂയയും. യഹ്കൂബ് നബിയുടെ പ്രിയപ്പെട്ട മകനായിരുന്നു യൂസുഫ് നബി അലൈഹിസ്സലാം. ഒരിക്കൽ താൻ കണ്ട ഒരു സ്വപ്നം അദ്ദേഹം പിതാവിനോട് പറഞ്ഞു. ആ സ്വപ്നം ഇങ്ങനെ 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും തനിക്ക് സാഷ്ടാംഗം പ്രണമിക്കുന്നത്. ഇതിൽ നിന്ന് യൂസുഫ് ഭാവിയിൽ വലിയ നിലയിലെത്തുമെന്ന് മനസ്സിലാക്കിയ സഹോദരന്മാർ അസൂയ മൂലം അദ്ദേഹത്തെ വഴിയിലുള്ള ഒരു കിണറ്റിൽ ഉപേക്ഷിച്ചു. ഘട്ടം 2, അടിമയാക്കപ്പെടൽ. കിണറ്റിൽ നിന്നൊരു യാത്രാസംഘം യൂസുഫ് നബിയെ കണ്ടെത്തുകയും മിസ്രിലെ ഒരു പ്രമുഖനായ രാജാവ് അസീസിന് അടിമയായി വിൽക്കുകയും ചെയ്തു. അവിടെ അദ്ദേഹം വളർന്നു വലിയ സുന്ദരനും ജ്ഞാനിയുമായി മാറി. ഘട്ടം 3, പരീക്ഷണങ്ങളും ജയിൽവാസവും. അസീസിന്റെ പത്നി യൂസുഫിനെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം അള്ളാഹുവെ ഭയപ്പെട്ട് അതിൽ നിന്ന് പിന്തിരിഞ്ഞു. എന്നാൽ നിരപരാധിയായിരുന്നിട്ടും വ്യാജ ആരോപണങ്ങളാൽ അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെട്ടു. ജയിലിൽ വെച്ച് കൂടെയുള്ളവരുടെ സ്വപ്നങ്ങൾക്ക് വ്യാഖ്യാനം നൽകിക്കൊണ്ട് അദ്ദേഹം തന്റെ പ്രവാചകത്വം 4, രാജാവിന്റെ സ്വപ്നവും മോചനവും. ഈജിപ്തിലെ രാജാവ് കണ്ട വിചിത്രമായൊരു സ്വപ്നം. 7 തടിച്ച പശുക്കളെ 7 മെലിഞ്ഞ പശുക്കൾ തിന്നുന്നത്. ഇത് വ്യാഖ്യാനിക്കാൻ ആർക്കും സാധിച്ചില്ല. ജയിലിലായിരുന്ന യൂസുഫ് നബി അത് വ്യാഖ്യാനിച്ചു. 7 വർഷം സമൃദ്ധമായ വിളവെടുപ്പുണ്ടാകുമെന്നും അതിനുശേഷം കടുത്ത വരൾച്ച വരുമെന്നും അദ്ദേഹം അറിയിച്ചു. അങ്ങനെ ഇതിൽ സംതൃപ്തനായ രാജാവ് അദ്ദേഹത്തെ മോചിപ്പിക്കുകയും രാജ്യത്തിന്റെ സാമ്പത്തിക ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു. കുടുംബവുമായുള്ള ഒത്തുചേരൽ. വരൾച്ച ഉണ്ടായപ്പോൾ ധാന്യം തേടി സഹോദരന്മാർ ഈജിപ്തിലെത്തി. തങ്ങളെ ഉപദ്രവിച്ച സഹോദരന്മാരോട് അദ്ദേഹം പ്രതികാരം ചെയ്തില്ല. പകരം അവരോട് ക്ഷമിക്കുകയും മാപ്പ് നൽകുകയും ചെയ്തു. ഒടുവിൽ വാർദ്ധക്യത്താൽ കാഴ്ച നഷ്ടപ്പെട്ട പിതാവ് യഹ്കൂബ് നബിയെയും കുടുംബത്തെയും അദ്ദേഹം ഈജിപ്തിലേക്ക് കൊണ്ടുവരികയും എല്ലാവരും സന്തോഷത്തോടെ ഒത്തുചേരുകയും ചെയ്തു.